നമസ്കാരം. നമ്മൾ +2 ഫിസിക്സിൻ്റെ സെക്കൻഡ് ചാപ്റ്ററാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇത് പൊട്ടൻഷ്യൽ, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആൻഡ് പൊട്ടൻഷ്യൽ എനർജി വരെ നമ്മൾ കഴിഞ്ഞു. ഇനി അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് കപ്പാസിറ്റേഴ്സ് ആൻഡ് കപ്പാസിറ്റൻസ് എന്ന ആ പോർഷനാണ് നമുക്ക് എടുക്കാനുള്ളത്. അതിൽ കപ്പാസിറ്റൻസ് അല്ലെങ്കിൽ കപ്പാസിറ്റി, കപ്പാസിറ്റർ എന്താണ് നമുക്ക് ആദ്യം പറയാം. കപ്പാസിറ്റി, പലർക്ക് പല കപ്പാസിറ്റീസ് ഉണ്ട്. ചിലരുടെ കപ്പാസിറ്റി നല്ല ചില കഴിവെന്ന് പറഞ്ഞാൽ അത് പടം വരയ്ക്കാനാണ്, പാട്ട് പാടാനാണ്. വേറെ കപ്പാസിറ്റി ചിലർക്ക് തീറ്റി മത്സരത്തിൽ പങ്കെടുത്ത് വിജയിക്കാനാണ്. ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ ഒരു കാര്യം ഓർക്കുകയാണ്. കോളേജിൽ ഞാൻ വിഷമൂർ കോളേജിലാണ് പഠിച്ചത്. അവിടെ തീറ്റി മത്സരം ഉണ്ട്. എല്ലാ ഓണത്തോടും അനുബന്ധിച്ച് തീറ്റി മത്സരം സംഘടിപ്പിക്കും. അപ്പോൾ ആ തീറ്റി മത്സരത്തിൽ ഒത്തിരി പേര് പങ്കെടുക്കും. പക്ഷേ ആദ്യം തന്നെ അവർ ഔട്ടായി പോകും. ഒരു പ്രാവശ്യം 2 പേര് പങ്കെടുത്ത് അവസാന റൗണ്ടിലേക്ക് മത്സരിക്കുകയാണ്. ഒരാൾ 30 ഇഡ്ഡലി എന്ന് പറഞ്ഞാൽ ഉപ്പ് കുറവാണ്. 1 കപ്പ് സാമ്പാറും കാണും, 1 കപ്പ് വെള്ളവും കാണും. 30 ഇഡ്ഡലി വരെ അകത്താക്കി കഴിഞ്ഞു. 31ാമത്തെ ഇഡ്ഡലി അകത്തായിക്കൊണ്ടിരിക്കുകയാണ്. സെക്കൻഡ് പ്ലേസിൽ നിൽക്കുന്ന ആൾ 28 കഴിഞ്ഞ് 29 അകത്തായിക്കൊണ്ടിരിക്കുകയാണ്. സമയം തീരാൻ ബെല്ലടിച്ചു, സമയം കഴിഞ്ഞു. അങ്ങനെ 31ാമത്തെ ഇഡ്ഡലി അകത്താക്കിക്കൊണ്ടിരുന്ന ആൾ വിജയിച്ചു. അത് ബെല്ല് അടിച്ച് കഴിഞ്ഞ ഉടനെ തന്നെ അദ്ദേഹം ആ തിന്ന ഇഡ്ഡലി മൊത്തവും ഛർദ്ദിച്ച് വെളിയിൽ കളഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കപ്പാസിറ്റി ഭയങ്കരമാണ്. അത്രയും ഇഡ്ഡലി കഴിക്കാനുള്ള വയറിൻ്റെ കപ്പാസിറ്റി മറ്റേയാൾക്ക് കപ്പാസിറ്റി കുറവാണ്. അപ്പോൾ ഇതുപോലെ കണ്ടക്ടേഴ്സിനുമുണ്ട്. ഒരു കണ്ടക്ടറിന് ചാർജ് സ്റ്റോർ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അത് ഡിഫറെൻറ്റ് കണ്ടക്ടേഴ്സ് ഡിഫറെൻ്റാണ്. അപ്പോൾ ഇത് കപ്പാസിറ്റി ടു സ്റ്റോർ ഇലക്ട്രിക് ചാർജ്, അതിനൊരു കണ്ടക്ടർ ആകുമ്പോൾ ഒരു ലിമിറ്റുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ വ്യക്തി തീറ്റി മത്സരത്തിൽ പങ്കെടുത്ത ഫസ്റ്റ് കിട്ടിയ വ്യക്തി അത് ഫുഡ് കഴിച്ചു, അത് ചാർജ് ചെയ്യാന്ന് പറയും. ചാർജ് ചെയ്തു, കംപ്ലീറ്റ് ചാർജ് ചെയ്തപ്പോൾ അത് ഡിസ്ചാർജ് ചെയ്തു. ഇതുപോലെ തന്നെ കണ്ടക്ടേഴ്സും ഉണ്ട്. ചാർജ് കംപ്ലീറ്റ് സ്റ്റോർ ചെയ്ത് കഴിയുമ്പോൾ അത് ഡിസ്ചാർജും ചെയ്യും. അതൊരു കണ്ടക്ടറാണെങ്കിൽ നമുക്കത് പെട്ടെന്ന് മനസ്സിലാകും. ചാർജിങ് കൂടി വരികയാണെങ്കിൽ ഡിസ്ചാർജിങ് എന്ന് പറഞ്ഞാൽ സ്പാർക്ക് പ്രൊഡ്യൂസ് ചെയ്യും. അതായത് എയറിലേക്ക് ഈ ചാർജ് ഡിസ്ചാർജ് ചെയ്യും. അത് കംപ്ലീറ്റ് ആയിട്ട് ചാർജ് ചെയ്യുമ്പോൾ ആ ഡിസ്ചാർജിങ് കാണിക്കുന്ന പ്രോസസ്സാണ് സ്പാർക്ക് ഉണ്ടാകുക എന്ന് പറയുന്നത്. അതാണ് ഒരു കപ്പാസിറ്റർ എന്ന് പറഞ്ഞാൽ എ ഡിവൈസ് യൂസ്ഡ് ടു സ്റ്റോർ ഇലക്ട്രിക് എനർജി. കപ്പാസിറ്റർ എന്ന് പറയുന്നത് കപ്പാസിറ്റർ ഡിവൈസാണ്. ചാർജ് സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡിവൈസാണ് കപ്പാസിറ്റർ എന്ന് പറയുന്നത്. കപ്പാസിറ്റൻസ് എന്ന് പറഞ്ഞാൽ കപ്പാസിറ്റി ടു സ്റ്റോർ ഇലക്ട്രിക് എനർജിയാണ്. അതിനെ ചാർജ് ചെയ്യാനുള്ള കഴിവാണ്. ഒരു കണ്ടക്ടറിൻ്റെ ചാർജ് നമ്മൾ കൂട്ടുന്നതനുസരിച്ച് അതിൻ്റെ പൊട്ടൻഷ്യലും ഇൻക്രീസ് ചെയ്യും. ചാർജ് അല്ലെങ്കിൽ +Q ചാർജ് ഒരു കണ്ടക്ടറിന് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ പൊട്ടൻഷ്യൽ V ഇൻക്രീസ് ചെയ്യും. അതായത് Q ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു V ആണ്. Q ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു V. പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റാൻ വേണ്ടി Q ഈസ് ഈക്വൽ ടു CV എന്ന് കൊടുക്കുക. CV, ആ C ഒരു കോൺസ്റ്റൻ്റ് ആണ്. ആ സിക്ക് പറഞ്ഞ പേരാണ് കപ്പാസിറ്റൻസ് ഓർ കപ്പാസിറ്റി എന്ന് പറയുന്നത്. കപ്പാസിറ്റൻസ്. അപ്പോൾ 2 കാര്യങ്ങൾ പറഞ്ഞു, കപ്പാസിറ്ററും കപ്പാസിറ്റൻസും പറഞ്ഞു. കപ്പാസിറ്റർ ഇസ് എ ഡിവൈസ് യൂസ്ഡ് ടു സ്റ്റോർ ഇലക്ട്രിക് ചാർജ്. ഇലക്ട്രിക് ചാർജ് സ്റ്റോർ ചെയ്യാനുള്ള കഴിവിനാണ് കപ്പാസിറ്റി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത്. അത് ഉപയോഗിക്കുന്ന ഡിവൈസാണ് കപ്പാസിറ്റർ എന്ന് പറയുന്നത്. അതിൻ്റെ പ്രിൻസിപ്പിൾ ഓഫ് എ കപ്പാസിറ്റർ ഞാൻ അടുത്തായിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്ത് കാണിക്കാം. ഓക്കെ. കപ്പാസിറ്റേഴ്സ് ആൻഡ് കപ്പാസിറ്റൻസ്. കപ്പാസിറ്റൻസ് എന്ന് പറഞ്ഞ പോലെ തന്നെ Q ഈസ് പ്രൊപ്പോർഷണൽ ടു V. ചാർജ് കൂടുമ്പോൾ പൊട്ടൻഷ്യൽ ഇൻക്രീസ് ചെയ്യും. ഓർ Q ഈസ് ഈക്വൽ ടു CV, where C is called capacitance. C is equal to
ക്യൂ ബൈ വി എന്ന് എഴുതാം. സി ഈക്വൽസ് ക്യൂ ബൈ വി. ഇപ്പോൾ കപ്പാസിറ്റൻസ് ഓഫ് എ കപ്പാസിറ്റർ, അതാ സി എന്ന് പറയുന്നത്. അതിൻ്റെ യൂണിറ്റ് കൂളോം പെർ വോൾട്ട്. കൂളോം പെർ വോൾട്ട് ആണ്. 1 കൂളോം പെർ വോൾട്ട് ഈസ് ഈക്വൽ ടു 1 ഫാരഡ്. 1 ഫാരഡ് എന്ന് പറയും. ഫാരഡെ എന്ന സയൻറ്റിസ്റ്റിൻ്റെ ബഹുമാനാർത്ഥമാണ് നമ്മൾ കപ്പാസിറ്റൻസ് ഓഫ് എ കപ്പാസിറ്റർ ഫാരഡ് എന്ന് യൂണിറ്റ് കൊടുത്തേക്കുന്നത്. 1 ഫാരഡ് എന്ന് പറഞ്ഞൊരു ഹ്യൂജ് നമ്പറാണ്. അത് ഞാൻ അടുത്ത സെഷനിൽ അത് പറഞ്ഞ് മനസ്സിലാക്കി തരാം എങ്ങനെയാണത് വളരെ വലുതായെന്ന്. അപ്പോൾ കപ്പാസിറ്റൻസ് ഈസ് ഡിഫൈൻഡ് ആസ് ദി റേഷ്യോ ഓഫ് ചാർജ് റിക്വയർഡ് ടു റേസ് ദ പൊട്ടൻഷ്യൽ ബൈ 1 വോൾട്ട്. 1 വോൾട്ട് പൊട്ടൻഷ്യൽ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയ ചാർജിൻ്റെ എമൗണ്ട് ആണ് കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത്. അതായത് 1 കൂളോം പെർ വോൾട്ടാണ് ഒരു കപ്പാസിറ്റൻസ്, അല്ലെങ്കിൽ 1 ഫാരഡ് എന്ന് പറയുന്നു. ഇവിടെ ഈ ഫിഗേഴ്സ് ശ്രദ്ധിക്കുക. ഈ ഫിഗറിൽ, ഫസ്റ്റ് ഫിഗറിൽ ഇവിടെ ഒരു കണ്ടക്ടർ മാത്രമേ ഉള്ളൂ. അതിൻ്റെ ചാർജ്, പോസിറ്റീവ് ചാർജ് കൊടുത്തു. ഒരു ലിമിറ്റ് ഉണ്ടായിരുന്നു, ചാർജ് കൂടെ ഒരു ലിമിറ്റ് ഉണ്ട്. അത് കൂടിക്കഴിഞ്ഞാൽ ഡിസ്ചാർജ് എന്ന് പറഞ്ഞു. എയറിലേക്ക് ഡിസ്ചാർജ് ചെയ്ത് സ്പാർക്ക് പ്രൊഡ്യൂസ് ചെയ്യും. സെക്കൻഡ് കേസ് നോക്കുക. ആ ചാർജ്ഡ് കണ്ടക്ടറിൻ്റെ അടുത്ത് തന്നെ ഒരു അൺചാർജ്ഡ് ബോഡി വെച്ചിരിക്കുന്നു. ഇവിടെ പോസിറ്റീവ് ചാർജാണ്. ഇൻഡ്യൂസ്ഡ് ചാർജ് നെഗറ്റീവ് വന്നു. പോസിറ്റീവ് നെഗറ്റീവ് അട്രാക്ട് ചെയ്യാൻ പോസിറ്റീവ്, നെഗറ്റീവ് സൈഡിൽ ഇവിടെല്ലാം നെഗറ്റീവ് സൈഡ് വന്നു. ദിസ് ഈസ് പോസിറ്റീവ് സൈഡ്. അപ്പോൾ ഈ പ്രസൻസ് ഓഫ് ദിസ് അൺചാർജ്ഡ് കണ്ടക്ടർ, അതായത് സി ഈസ് ഈക്വൽ ടു ക്യൂ ബൈ വി ആണ്. സി ഈസ് ഈക്വൽ ടു ക്യൂ ബൈ വി. ഈ പ്രസൻസ് ഓഫ് ദിസ് അൺചാർജ്ഡ് കണ്ടക്ടർ ഡിക്രീസസ് ദി പൊട്ടൻഷ്യൽ. വി കുറയും. വി കുറയുമ്പോൾ കപ്പാസിറ്റൻസ് കൂടുന്നു. അതാണ് പ്രസൻസ് ഓഫ് ദിസ് അൺചാർജ്ഡ് കണ്ടക്ടർ ഇൻക്രീസസ് ദി കപ്പാസിറ്റൻസ്. ഇത് കാരണം ഇതിൻ്റെ പൊട്ടൻഷ്യൽ കുറയുന്നു. തേർഡ് ഫിഗർ നോക്കുക. ഇതിൻ്റെ ഫാർദർ എൻഡ് ഞാൻ ഗ്രൗണ്ട് ചെയ്യും. ഗ്രൗണ്ട് ചെയ്യുക മീൻസ് പോസിറ്റീവ് ചാർജ് മൂവ്സ് ടുവേഴ്സ് എർത്ത്, അല്ലെങ്കിൽ എർത്തിൽ നിന്ന് നെഗറ്റീവ് ചാർജ് വന്നത് ന്യൂട്രലൈസ് ചെയ്ത് പോകുന്നു. ഇവിടെ പോസിറ്റീവ് ചാർജ് കുറയുന്നു, മൊത്തം എർത്തിലേക്ക് പോകുന്നു. അപ്പോൾ ഇതിൻ്റെ പൊട്ടൻഷ്യൽ വീണ്ടും കുറയുന്നു. സി ഡാഷ് ഈസ് ഈക്വൽ ടു ക്യൂ ബൈ വി ഡാഷ് എന്ന് കൊടുക്കുക. ക്യൂ ബൈ വി ഡാഷ്. സി ഡാഷ് ഈസ് ഈക്വൽ ടു ക്യൂ ബൈ വി ഡാഷ്. ഇവിടെ വി ഡാഷ് കുറവാണ്. വി ഡാഷ് ഈസ് ലെസ് ദാൻ വി. ദി പ്രസൻസ് ഓഫ് എർത്തഡ് കണ്ടക്ടർ ഡിക്രീസസ് ദി പൊട്ടൻഷ്യൽ. പൊട്ടൻഷ്യൽ വീണ്ടും കുറയ്ക്കുന്നു. ഇപ്പോൾ വി ആണ് അവിടെ കൂടുതൽ. അപ്പോൾ ഈ കേസിൽ അറിയാം, ഈ താഴത്തെ ക്വാണ്ടിറ്റിയാണ്. വി ഡാഷ് കുറയും തോറും കപ്പാസിറ്റൻസ് കൂടുന്നത്. ദാറ്റ് മീൻസ് സി ഡാഷ് ഗ്രേറ്റർ ദാൻ സി. സി ഡാഷ് ഗ്രേറ്റർ ദാൻ സി എന്ന് എഴുതാം. അപ്പോൾ സെക്കൻഡ് കേസിൽ സി ഡാഷ് ആണ് ഏറ്റവും കൂടുതൽ. പൊട്ടൻഷ്യൽ കുറയുമ്പോൾ കപ്പാസിറ്റൻസ് കൂടുന്നു. അപ്പോൾ ഇതാണ് പ്രിൻസിപ്പിൾ ഓഫ് എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ എന്ന് പറയുന്നത്. അതായത് ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ, ദ പ്രസൻസ് ഓഫ് ആൻ എർത്തഡ് മെറ്റൽ പ്ലേറ്റ് നിയർ എ ചാർജ്ഡ് കണ്ടക്ടർ ഇൻക്രീസസ് ദി കപ്പാസിറ്റൻസ്. എന്താ പറയാം? ദ പ്രസൻസ് ഓഫ് ആൻ എർത്തഡ് കണ്ടക്ടർ increases the capacitance. The presence of an earthed conductor near a charged conductor increases the capacitance. അതാണ് സി ഡാഷ് അവിടെ കൂടുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ പ്രിൻസിപ്പിൾ ഓഫ് എ കപ്പാസിറ്റർ എന്ന് പറഞ്ഞത്. ഇതാണ് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ. ഇത് തന്നെയാണ് അതിൻ്റെ പ്രിൻസിപ്പിളാണ് ഞാനിത് പറഞ്ഞത്. ഇനി നമുക്കിതിൻ്റെ എക്സ്പ്രഷൻ ഫോർ കപ്പാസിറ്റൻസ് നോക്കാം. എക്സ്പ്രഷൻ ഫോർ കപ്പാസിറ്റൻസ് ഓഫ് എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ നോക്കാം. ഇത് എക്സ്പ്രഷൻ ഫോർ കപ്പാസിറ്റൻസ് നോക്കാം. അത് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിൻ്റെയാണ്. ഇതിൻ്റെ ഒരു പോസിറ്റീവ് ചാർജ് കണ്ടക്ടറാണ്, നെഗറ്റീവ് ചാർജ് കണ്ടക്ടറാണ്. ഇതിൻ്റെ ഇടയ്ക്കുള്ള ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ഇ ഈസ് ഈക്വൽ ടു സിഗ്മ ബൈ എപ്സിലോൺ 0. ഗോസ് തിയറത്തിൻ്റെ ആപ്ലിക്കേഷനിൽ പഠിച്ചതാണ്. ഇ ഈക്വൽ സിഗ്മ ബൈ എപ്സിലോൺ 0. സിഗ്മ ഈസ് ഈക്വൽ ടു ചാർജ് പെർ യൂണിറ്റ് ഏരിയ. സിഗ്മ ഈസ് ഈക്വൽ ടു ചാർജ് പെർ യൂണിറ്റ് ഏരിയ. ഈ പൊട്ടൻഷ്യൽ പഠിച്ചതാണ്. വി ഈസ് ഈക്വൽ ടു
പൊട്ടൻഷ്യൽ വി ഈസ് ഈക്വൽ ടു ഇ ഇൻറ്റു ഡി. അപ്പോൾ ഇക്ക് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇക്ക് പകരം സിഗ്മ ബൈ എപ്സിലോൺ 0 ഇൻറ്റു ഡി എന്ന് കൊടുക്കാം. സിഗ്മ ബൈ എപ്സിലോൺ 0 ഇൻറ്റു ഡി. സിഗ്മയ്ക്ക് പകരം ദിസ് ഈസ് ഈക്വൽ ടു സിഗ്മയ്ക്ക് പകരം ക്യൂ ബൈ എ. ഇപ്പോൾ ക്യൂ ഇൻറ്റു ഡി ബൈ എ എപ്സിലോൺ 0 എന്ന് കൊടുക്കാം. എ എപ്സിലോൺ 0 ക്യൂ ഇൻറ്റു ഡി ബൈ എ എപ്സിലോൺ 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനിയും നമ്മൾ പഠിച്ചാണ് സി ഈസ് ഈക്വൽ ടു ക്യൂ ബൈ വി. സി ഈക്വൽസ് ക്യൂ ബൈ വി എന്ന് പഠിച്ചതാണ്. സി ഈക്വൽസ് ക്യൂ ബൈ വി. അപ്പോൾ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. അല്ലെങ്കിൽ റീഅറേഞ്ച് ചെയ്യാം. ക്യൂ ബൈ വി റീഅറേഞ്ച് ചെയ്യുവാണെങ്കിൽ ദിസ് ഈസ് ഈക്വൽ ടു ക്യൂ ബൈ വി ഈസ് ഈക്വൽ ടു എപ്സിലോൺ 0 എ ബൈ ഡി എന്ന് എഴുതാം. എപ്സിലോൺ 0 എ ബൈ ഡി. വി ഈക്വൽസ് ക്യൂ ഡി ബൈ എ എപ്സിലോൺ 0 ആണ്. അത് എപ്സിലോൺ 0 എ ക്യൂ ബൈ വി ബൈ ഡി എന്ന് എഴുതാം. എപ്സിലോൺ 0 എ ബൈ ഡി. ഇതാണ് എക്സ്പ്രഷൻ ഫോർ കപ്പാസിറ്റൻസ് ഓഫ് എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ. ഇനിയും ഇതിൻ്റെ ഇടയ്ക്ക് ഒരു മീഡിയം വരുവാണെങ്കിൽ ഡയലക്ട്രിക് വെക്കുവാണെങ്കിൽ അതിൻ്റെ റിലേറ്റീവ് പെർമിറ്റിവിറ്റി എപ്സിലോൺ ആർ ആണെങ്കിൽ സി ഈസ് ഈക്വൽ ടു എപ്സിലോൺ 0 എപ്സിലോൺ ആർ എന്ന് എഴുതുക. അല്ലെങ്കിൽ കെ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എപ്സിലോൺ ആർ എ ബൈ ഡി എന്ന് കൊടുക്കുക. എപ്സിലോൺ 0 എപ്സിലോൺ ആർ എ ബൈ ഡി. അതായത് എപ്സിലോൺ ആർ ഇത് റിലേറ്റീവ് പെർമിറ്റിവിറ്റി ഒരു ഡയലക്ട്രിക് ഇൻട്രൊഡ്യൂസ് ചെയ്യുവാണെങ്കിൽ അതിൽ ഇൻക്ലൂഡ് ചെയ്യുവാണെങ്കിൽ കപ്പാസിറ്റൻസ് ഇൻക്രീസ് ചെയ്യും. എപ്സിലോൺ ആർ കൂടും. അതുപോലെ ഏരിയ ഓഫ് ദി പ്ലേറ്റ് ഇൻക്രീസ് ചെയ്യുവാണെങ്കിൽ കപ്പാസിറ്റൻസ് ഇൻക്രീസ് ചെയ്യും. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി പ്ലേറ്റ്സ് ഇൻക്രീസ് ചെയ്യുവാണെങ്കിൽ കപ്പാസിറ്റൻസ് കുറയും. അപ്പോൾ കപ്പാസിറ്റൻസ് ഡിപ്പെൻസ് ഓൺ 3 ക്വാണ്ടിറ്റി ഡിപ്പെൻസ് ചെയ്യുന്നുണ്ട്. കപ്പാസിറ്റൻസ് ഓഫ് എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ഡിപ്പെൻസ് ഓൺ 3 ക്വാണ്ടിറ്റീസ്. ഒന്ന് ഡയലക്ട്രിക് ഇൻ ബിറ്റ്വീൻ ദി പ്ലേസ്, അത് ഡയറക്ട്ലി പ്രൊപ്പോർഷനിലാണ്. ഏരിയ ഓഫ് ദി പ്ലേസ് അതും ഡയറക്ട്ലി പ്രൊപ്പോർഷനിലാണ്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി പ്ലേസ് അത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനിലാണ്. അപ്പോൾ ഇത്രയും കാര്യം അതിൽ ഓർത്തിരിക്കുക. പ്രിൻസിപ്പിൾ ഓഫ് എ കപ്പാസിറ്ററും പറഞ്ഞു. പിന്നെ എക്സ്പ്രഷൻ ഫോർ കപ്പാസിറ്റൻസ് ഓഫ് എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ. ഇനി അടുത്ത ടോപ്പിക്ക് അടുത്ത ക്ലാസ് നമുക്ക് എടുക്കാൻ പോവുകയാണ്. നെക്സ്റ്റ് ആയിട്ട് എടുക്കുന്നു. അടുത്ത് നമ്മൾ എടുക്കാൻ പോകുന്നത് എത്രയാണ് ഫാരഡ്. ഒരു ഫാരഡ് എത്ര ഹ്യൂജ് എമൗണ്ട് ആണെന്ന് നമ്മൾ ചെക്ക് ചെയ്യാൻ പോവുകയാണ്. ശ്രദ്ധിക്കുക. അടുത്തത് ഇഫ് എ ഈസ് ഈക്വൽ ടു 1 മീറ്റർ സ്ക്വയർ. എഫ് ഈസ് ഈക്വൽ ടു 1 മീറ്റർ സ്ക്വയർ എടുക്കുക. ഏരിയ ഈക്വൽസ് 1 മീറ്റർ സ്ക്വയർ. ഡിസ്റ്റൻസ് ഡി ഈസ് ഈക്വൽ ടു 1 മില്ലിമീറ്റർ എടുക്കുക. ഡിസ്റ്റൻസ് ഡി ഈക്വൽസ് 1 മില്ലിമീറ്റർ. സി ഈസ് ഈക്വൽ ടു എപ്സിലോൺ 0 എ ബൈ ഡി പഠിച്ചതാണ്. അതിനിടയ്ക്ക് മീഡിയം ഇല്ല. അങ്ങനെയാണെങ്കിൽ എപ്സിലോൺ 0 8.85 ഇൻറ്റു 10⁻⁻12 ഇൻറ്റു 1 ഡിവൈഡ് ബൈ 1 മില്ലിമീറ്റർ ആകുമ്പോൾ 10⁻⁻3 ദിസ് ഈസ് ഈക്വൽ ടു 8.85 ഇൻറ്റു 10⁻⁹ ഫാരഡ് എന്ന് വരും. ഏരിയ 1 മീറ്റർ ലെങ്തും 1 മീറ്റർ ബ്രെഡ്ത്തുമുള്ള 2 പ്ലേറ്റ് എടുക്കുന്നതെങ്കിൽ അതിൻ്റെ ഫാരഡാണ് 8.85 ഇൻറ്റു 10⁻⁹ ഫാരഡ്. ഇത്രയും ഫാരഡ് ആണെങ്കിൽ തന്നെയും 1 മീറ്റർ ലെങ്തും ബ്രെഡ്ത്തുമുള്ള പ്ലേറ്റ് എടുക്കണം. അപ്പോൾ അതിൻ്റെ വാല്യൂ വളരെ ഹ്യൂജ് നമ്പറാണ്. ഒന്നുകൂടെ നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. എന്നും വേണ്ടി വലുതാകുമെന്ന് നോക്കാം. ഒരു ഫാരഡ് എടുക്കുന്നത് വിചാരിക്കുക. ഒരു ഫാരഡ് അതിൻ്റെ ഏരിയ കണ്ടുപിടിക്കാം. ഏരിയയുടെ ഇക്വേഷൻ എ ഈസ് ഈക്വൽ ടു സി ഡി ബൈ എപ്സിലോൺ 0. ഞാൻ ഒരു ഫാരഡുള്ള ഒരു കപ്പാസിറ്ററിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ പോകും. ഒരു ഫാരഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 1 ഇൻറ്റു ഡിസ്റ്റൻസ് 1 സെൻറ്റിമീറ്റർ വെക്കാം. 10⁻⁻2 കൊടുക്കാം. 10⁻⁻2 1 സെൻറ്റിമീറ്റർ ആണെങ്കിൽ 10⁻⁻2 കൊടുക്കാം. 1 സെൻറ്റിമീറ്റർ സെപ്പറേഷൻ മീറ്റർ ആക്കി. എപ്സിലോൺ 0യ്ക്ക് പകരം 8.85 ഇൻറ്റു 10⁻⁻12 എന്ന് കൊടുത്തു.
ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ആൻസർ ഏകദേശം 10⁹ മീറ്റർ സ്ക്വയർ എന്ന് വരും. 10⁹ മീറ്റർ സ്ക്വയർ എന്ന് വരും. അതായത് ഒരു സ്ക്വയർ പ്ലേറ്റ് ആണെങ്കിൽ സ്ക്വയർ പ്ലേറ്റിൻ്റെ അതിൻ്റെ ലെങ്ത് ഓഫ് ദ പ്ലേറ്റ് ഈസ് ഈക്വൽ ടു ലെങ്ത് അല്ലെങ്കിൽ ബ്രെഡ്ത്ത് എ ഈസ് ഈക്വൽ ടു 30 കിലോമീറ്ററാണ് വരുന്നത്. 30 കിലോമീറ്റർ. ബ്രെഡ്ത്തും അത് തന്നെ ആയിരിക്കും. അതായത് 30 കിലോമീറ്റർ നീളവും 30 കിലോമീറ്റർ വീതിയും ഉള്ള 2 പ്ലേറ്റ് 1 സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസിൽ വെക്കുകയാണെങ്കിൽ ആ കപ്പാസിറ്ററിൻ്റെ കപ്പാസിറ്റൻസ് 1 ഫാരഡ് ആയിരിക്കും. അപ്പോൾ അതിന് മനസ്സിലാക്കാമല്ലോ, ഒരു കപ്പാസിറ്ററിൻ്റെ കപ്പാസിറ്റൻസ് 1 ഫാരഡ് വരണമെങ്കിൽ 2 പ്ലേറ്റിൻ്റെ ലെങ്തും ബ്രെഡ്ത്തും 30 കിലോമീറ്റർ ആയിരിക്കണം. അതിൻ്റെ ഡിസ്റ്റൻസ് 1 സെൻറ്റിമീറ്റർ ആയിരിക്കണം. അപ്പോൾ ഹൗ ഹ്യൂജ് 1 ഫാരഡ് ഇസ് ദിസ് എന്ന് നമുക്ക് ഈ ഒരു എക്സ്പ്ലനേഷനിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അത്രയും ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. അടുത്ത് നമുക്ക് കോമ്പിനേഷൻ ഓഫ് കപ്പാസിറ്റേഴ്സ് ആണ്. കോമ്പിനേഷൻ ഓഫ് കപ്പാസിറ്റേഴ്സ് നമുക്ക് നോക്കാം. 2 തരത്തിലുള്ള കോമ്പിനേഷൻസ് ആണുള്ളത്. ഒന്ന് സീരീസ് കോമ്പിനേഷനും ഒന്ന് പാരലൽ കോമ്പിനേഷനും. അത് രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിനൊക്കെ ചോദിക്കുന്നതാണ്. സീരീസ് കോമ്പിനേഷൻ ആൻഡ് പാരലൽ കോമ്പിനേഷൻ ഓഫ് കപ്പാസിറ്റേഴ്സ്. അതിൽ നമ്മൾ ആദ്യത്തെ നമുക്ക് സീരീസ് കോമ്പിനേഷൻ നോക്കാം. സീരീസ് കോമ്പിനേഷനകത്ത് ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് സീരീസ് ഉണ്ട്. നമ്മളെ കപ്പാസിറ്റൻസ് നോട്ട് ചെയ്ത് 2 പാരലൽ പ്ലേറ്റ് ആണ്. ഇങ്ങനെയാണ്. ഇപ്പോൾ ഇതൊരു കപ്പാസിറ്ററാണ്, വേറെ കപ്പാസിറ്റർ നമ്മൾ കാണിച്ചിരിക്കുന്നു. ഇത് വേറൊരു കപ്പാസിറ്ററാണ്. ഇത് ഒരേ നീളമുള്ള ലൈനാണ് വരയ്ക്കേണ്ടത്. നമ്മളിവിടെ പൊട്ടൻഷ്യൽ നമ്മൾ വി കൊടുത്തു, വി പൊട്ടൻഷ്യൽ കൊടുത്തു, പൊട്ടൻഷ്യൽ വി. ഇത് കപ്പാസിറ്റൻസ് C1, ഇതിൻ്റെ കപ്പാസിറ്റൻസ് C2, ഇതിൻ്റെ കപ്പാസിറ്റൻസ് C3. ഇതിലെ ചാർജ് Q ആണ്, ചാർജ് Q. ശ്രദ്ധിക്കേണ്ടത് കപ്പാസിറ്റൻസ് പൊട്ടൻഷ്യൽ വി ഇവിടെ സ്പ്ലിറ്റ് ചെയ്യുന്നു. ഇവിടെ പൊട്ടൻഷ്യൽ ഇവിടെ V1, ഇവിടുത്തെ പൊട്ടൻഷ്യൽ V2, ഇവിടുത്തെ പൊട്ടൻഷ്യൽ V3. ടോട്ടൽ പൊട്ടൻഷ്യൽ V ഈസ് ഈക്വൽ ടു V1 പ്ലസ് V2 പ്ലസ് V3 എന്ന് എഴുതാം. V3 ഇത് നമുക്ക് പൊട്ടൻഷ്യൽ V ഈസ് ഈക്വൽ ടു Q ബൈ C ആണ്. Q ബൈ C ഈസ് ഈക്വൽ ടു സീരീസ് കോമ്പിനേഷൻ ആയിരിക്കുമ്പോൾ ചാർജ് അവിടെ കോൺസ്റ്റൻ്റ് ആണ്, പൊട്ടൻഷ്യലാണ് സ്പ്ലിറ്റ് ചെയ്യുന്നത്. V1 പകരം Q ബൈ C1 പ്ലസ് Q ബൈ C2 പ്ലസ് Q ബൈ C3 എന്ന് കൊടുക്കാം. അപ്പോൾ 1Q ക്യാൻസൽ ചെയ്യാം. 1 ബൈ C ഈസ് ഈക്വൽ ടു ഇഫക്റ്റീവ് കപ്പാസിറ്റി 1 ബൈ C ഈസ് ഈക്വൽ ടു 1 ബൈ C1 പ്ലസ് 1 ബൈ C2 പ്ലസ് 1 ബൈ C3 എന്ന് കിട്ടും. 1 ബൈ C ഈസ് ഈക്വൽ ടു 1 ബൈ C1 പ്ലസ് 1 ബൈ C2 പ്ലസ് 1 ബൈ C3. ഈ 2 കപ്പാസിറ്റൻസുകളെങ്കിൽ 1 ബൈ C ഈസ് ഈക്വൽ ടു 1 ബൈ C1 പ്ലസ് 1 ബൈ C2 എന്ന് എഴുതാം. 1 ബൈ C ഈസ് ഈക്വൽ ടു C1 പ്ലസ് C2 ബൈ C1 C2 എന്ന് എഴുതാം. ഓർ C ഈസ് ഈക്വൽ ടു C1 C2 ബൈ C1 പ്ലസ് C2 എന്ന് എഴുതാം. 2 എണ്ണം ഉള്ളെങ്കിൽ ഈക്വേഷൻ ഓർത്തേക്ക് കാണാൻ പിടിച്ച് വെക്കുക. പ്രോബ്ലം ചെയ്യാൻ ചോദിക്കുവാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് എൻട്രൻസിനൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. C ഈസ് ഈക്വൽ ടു C1 C2 ബൈ C1 പ്ലസ് C2 എന്ന് എഴുതാം. ഇതാണ് കപ്പാസിറ്റേഴ്സ് ഇൻ സീരീസ്. ഒന്നാമത് സീരീസ് കോമ്പിനേഷനാണ്. സീരീസ്. രണ്ടാമത്തെ നമുക്ക് നോക്കാം പാരലൽ കോമ്പിനേഷൻ. പാരലൽ ആകുമ്പോൾ അതിൻ്റെ ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് എങ്ങനെ ചേഞ്ച് ചെയ്യുന്നു എന്ന് നമുക്ക് നോക്കാം. പാരലൽ ആകുമ്പോൾ കണക്ട് ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. ഫിഗർ വരയ്ക്കാൻ ശ്രദ്ധിക്കുക.
ഇവിടെ C1, ഇത് C2, ഇത് C3. പാലാകുമ്പോൾ പൊട്ടൻഷ്യൽ സെയിം ആയിരിക്കും. അവിടെ സ്പ്ലിറ്റ് ചെയ്യുന്നത് ഇവിടുത്തെ ചാർജാണ്. ഇവിടെ ചാർജ് Q1, ഇവിടുത്തെ ചാർജ് Q2 കൊടുക്കാം, ഇവിടുത്തെ ചാർജ് Q3 ആയിട്ട് മാറുന്നു. ഇനി ഇവിടെ നമുക്ക് അതിൻ്റെ എക്സ്പ്രഷൻ നോക്കാം. Q is equal to Q1 plus Q2 plus Q3 എന്ന് എഴുതാം. Q ആണ്. Q is equal to Q1 plus Q1 ഉണ്ട്, Q1 plus Q2 plus Q3. Qന് വരെ CV എന്ന് കൊടുക്കാം. CV is equal to C1V പൊട്ടൻഷ്യൽ കോൺസ്റ്റൻ്റ് ആണ്, പ്ലസ് C2V പ്ലസ് C3V എന്ന് കൊടുക്കാം. C3V ഇവിടെ നമുക്ക് കോമൺ എടുത്ത് ക്യാൻസൽ ചെയ്യാം. V കോമൺ ആണ്. ഓർ C ഈസ് ഈക്വൽ ടു C1 പ്ലസ് C2 പ്ലസ് C3 എന്ന് എഴുതാം. C ഈസ് ഈക്വൽ ടു C1 പ്ലസ് C2 പ്ലസ് C3. ഇവിടെ സീരീസിലാവുമ്പോൾ 1/C ഈസ് ഈക്വൽ ടു 1/C1 പ്ലസ് 1/C2 പ്ലസ് 1/C3 എന്ന് നമുക്ക് കിട്ടിയത്. ഇവിടെ കപ്പാസിറ്റൻസ് സീരീസിൽ വെക്കുകയാണെങ്കിൽ അതിൻ്റെ വാല്യൂ കുറയുന്നതായിട്ട് കാണും. ഇവിടെ കപ്പാസിറ്റേഴ്സ് പാരലായിട്ട് വെക്കുകയാണെങ്കിൽ വാല്യൂ കൂടുന്നതായിട്ടും കാണുന്നു. C is equal to C1 പ്ലസ് C2 പ്ലസ് C3 എന്ന് കിട്ടും. അപ്പോൾ ഇതിൻ്റെ എക്സ്പ്രഷൻ നമുക്ക് ഡിറൈവ് ചെയ്യാൻ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഇതിനെ ബേസ് ചെയ്ത് പ്രോബ്ലംസും ചോദിച്ചിട്ടുണ്ട്. ഇത്രയും പഠിക്കേണ്ടതാണ്. അപ്പോൾ ഇന്ന് പഠിച്ച ഒന്നുകൂടെ പറയാം. ഇന്ന് കപ്പാസിറ്റർ എന്നാണ് പഠിച്ചു. കപ്പാസിറ്റർ ഈസ് എ ഡിവൈസ് യൂസ്ഡ് ടു സ്റ്റോർ ഇലക്ട്രിക് ചാർജ് സ്റ്റോർ ചെയ്യുന്ന ഡിവൈസാണ് കപ്പാസിറ്റർ എന്ന് പറയുന്നത്. കപ്പാസിറ്റൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ റേഷ്യോ ഓഫ് ചാർജ് റിക്വയർഡ് ടു റേസ് ദ പൊട്ടൻഷ്യൽ 1 വോൾട്ട്. C = Q/V. ഇതിൻ്റെ യൂണിറ്റ് ഫാരഡാണ്. അതിൻ്റെ മറ്റ് യൂണിറ്റ്സുകൾ പൈക്കോ ഫാരഡ് ഉപയോഗിക്കും, നാനോ ഫാരഡ് ഉപയോഗിക്കും. 1 പൈക്കോ ഫാരഡ് എന്ന് പറയുന്നത് 10⁻12 ഫാരഡാണ്. നാനോ ഫാരഡ് 10⁻9 ഫാരഡാണ്. അതൊക്കെ അതിൻ്റെ സ്മോളർ യൂണിറ്റ്സ് ആണ്. പിന്നെ പ്രിൻസിപ്പിൾ ഓഫ് എ കപ്പാസിറ്റർ പഠിപ്പിച്ചു. എന്ന് വെച്ചാൽ ദ പ്രസൻസ് ഓഫ് ആൻ എർത്തഡ് മെറ്റൽ പ്ലേറ്റ് നിയർ എ ചാർജ്ഡ് കണ്ടക്ടർ ഇൻക്രീസസ് ദി കപ്പാസിറ്റൻസ്. പിന്നെ എക്സ്പ്രഷൻ ഫോർ കപ്പാസിറ്റൻസ് ഓഫ് എ പാരപ്ലേറ്റ് കപ്പാസിറ്റർ പഠിച്ചു. അവിടെ C ഈസ് ഈക്വൽ ടു ε0A/d എന്ന ഡെറിവേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. ഇത് എഴുതി പഠിക്കണം. C ഈസ് ഈക്വൽ ടു ε0A/d. ആ ഡെറിവേഷൻ ഒരു മീഡിയം വരുവാണെങ്കിൽ C ഈസ് ഈക്വൽ ടു ε0Ka/d എഴുതാം. K ഈസ് ദ ഡയലക്ട്രിക് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ മീഡിയം ഉണ്ടെങ്കിൽ കപ്പാസിറ്റൻസ് കൂടും. പിന്നെ ഹൗ ബിഗ് ഈസ് ദിസ് 1 ഫാരഡ്? ഒരു 1 ഫാരഡ് എത്ര വലുതാണെന്നുള്ളതിൻ്റെ ഡെറിവേഷൻ ഞാൻ പറഞ്ഞു തന്നു. അത് ഒന്ന് മനസ്സിലാക്കുക. പിന്നീട് കപ്പാസിറ്റേഴ്സ് ഇൻ സീരീസ് ആൻഡ് പാരലാണ്. സീരീസ് കോമ്പിനേഷൻ ആയിരിക്കുമ്പോൾ 1/C = 1/C1 പ്ലസ് 1/C2 പ്ലസ് 1/C3 ഇതിൻ്റെ ഡെറിവേഷൻ പഠിക്കുക. പാരലൽ കോമ്പിനേഷൻ ആണെങ്കിൽ C = C1 പ്ലസ് C2 പ്ലസ് C3 എന്ന് എഴുതാം. ഇത് കപ്പാസിറ്റൻസ് കൂടുന്നു. ഡെറിവേഷൻ പഠിക്കുക. ഇത് പ്രോബ്ലംസ് ചോദിക്കുന്നതാണ്. ഇത്രയാണ് ഈ ക്ലാസ്. അടുത്ത ക്ലാസ് നമുക്ക് ബാക്കി ടോപ്പിക്ക് പഠിക്കാം. ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് അത് ഷെയർ ചെയ്ത് കൊടുക്കുക. സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ അത് എനിക്ക് അയച്ചു തരിക. വളരെയധികം പേര് കമൻറ്റ് അയക്കുന്നുണ്ട്. നന്ദി അറിയിക്കുന്നു. തുടർന്നുള്ള ക്ലാസ്സുകൾ നമുക്ക് ഇതുപോലെ റെഗുലറായിട്ട് തുടങ്ങുന്നതാണ്. അതുപോലെ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാനുള്ളവർ ആ ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ ക്ലാസ്സുകൾ ശ്രദ്ധിച്ച് +1 ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ ഒക്കെ റിവിഷൻ ക്ലാസ് ഇട്ടിട്ടുണ്ട് ഞാൻ. അത് ശ്രദ്ധിച്ച് പഠിക്കുക. ഓക്കെ, താങ്ക് യു. ഇത് 2 കപ്പാസിറ്റേഴ്സാണ്. 1000 മൈക്രോ ഫാരഡും 47 മൈക്രോ ഫാരഡും. ഇത് 2 ലെഗ്സ് ഉണ്ട്. നെഗറ്റീവും പോസിറ്റീവും അല്ലെങ്കിൽ മാർക്ക് ചെയ്തിരിക്കും. ഓക്കെ, താങ്ക് യു.